എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഓണം എക്സാമുകളൊക്കെ തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ മെഡീവൽ ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇത് യൂണിറ്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മുഗൾ റൂൾ. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. ബാബറാണ് മുഗൾ റൂൾ സ്ഥാപിക്കുന്നത്. അതിൻ്റെ വർഷം 1526 ആണ്. ആ വർഷം കൂടെ ഓർത്തിരിക്കണം. ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. അപ്പോൾ മുഗളന്മാർ 1857 വരെ ഡൽഹി ക്യാപിറ്റലായിട്ട് അവരുടെ ഭരണം നടത്തുകയുണ്ടായി. അപ്പോൾ മുഗൾ റൂളിനെ പറ്റി ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെയാണ്. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1527? ആരാണ് മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? എൻ്റെ ആൻസർ ബാബർ. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. അത് നിർബന്ധമാണ്. പുസ്തകത്തിൽ അതിൻ്റെ വർഷങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് നിർബന്ധമായി പഠിക്കണമെന്നില്ല. എങ്കിൽ പോലും ഈ പേരുകൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പോൾ ഈ ഓർഡർ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് കൺട്രീസ് വെയർ ദ മുഗൾസ് ഹാഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂൾ. അതായത് മുഗളന്മാർ അവരുടെ റൂള് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് അത്ര പ്രധാനപ്പെട്ട ചോദ്യമല്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. അടുത്തതായി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വാർ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ എംപയർ ഇൻ ഇന്ത്യ? മുഗൾ എംപയർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവാൻ ഏത് വാറാണ്, ഏത് യുദ്ധമാണ് അതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതായത് മുഗൾ റൂൾ ഇന്ത്യയിൽ വരാൻ കാരണമായ യുദ്ധം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് എന്നാണ്. 1526 ആണ്, 1526. അപ്പോൾ ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്നറിയപ്പെടും. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ആൻ ഒബിറ്ററി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അക്ബറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒബിറ്ററി എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ പിയറി ജാറിക് ആണ്. അദ്ദേഹം ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ പിയറി ജാറിക്. What can you understand about the Mughal ruler Akbar from the obituary written by the Jesuit priest Pieri Jarik after the death of Emperor Akbar? അതായത് അക്ബറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒബിറ്ററി തയ്യാറാക്കിയിട്ടുള്ള പിയറി ജാറിക്കിൻ്റെ ഒബിറ്ററിയിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ ഒന്ന് ആൻസർ, അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ ഒരു പവർഫുൾ റൂളർ ആയിരുന്നു. He administrated equal justice without any distinction of high low caste, familiar unfamiliar. അതായത് പരിചയമുള്ളവർ, ജാതിയിലെ ഉയർന്നവർ, താഴ്ന്നവർ എന്നൊന്നുമുള്ള വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ നടത്തിയത്. അടുത്തത്, ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എലൈക്ക്. അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിങ്ങളെല്ലാം ഒരേപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. അടുത്തത്, ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് വീക്ക് വിത്ത് മേഴ്സി. അദ്ദേഹം ഫോഴ്സ് കൊണ്ട് സ്ട്രോങ്ങും മേഴ്സി കൊണ്ട്, അതായത് ക്ഷമ കൊണ്ട് വീക്കും ആയിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. അടുത്തത് 8th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡ് ഇബാദ് ഖാന? അപ്പോൾ ഇബാദ് ഖാന നിർമ്മിക്കുമ്പോൾ അക്ബറിൻ്റെ എയിം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇൻ 1575 അക്ബർ ബിൽഡ് ഇബാദ് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയസ് യൂസ്ഡ് ടു ഗാദർഡ് ഹിയർ. This discussion speaks volumes about Akbar's policy of religious tolerance.
അതായത് അദ്ദേഹം ഈ ഇബാദ് ഖാന നിർമ്മിച്ചത് ഫത്തേപൂർ സിക്രിയിലാണ്. 1575 അത് നിർമ്മിക്കപ്പെടുന്നത്. സ്കോളേഴ്സായിട്ടും ഡിഗ്നിറ്ററീസുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഒത്തുകൂടുകയും ഈ അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇബാദ് ഖാന നിർമ്മിക്കുമ്പോൾ അക്ബറിൻ്റെ എയിം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തതായി 9th ക്വസ്റ്റ്യൻ. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ് അക്ബർ ക്രിയേറ്റഡ് ഡാഷ്. അതായത് എല്ലാ മതങ്ങളുടെയും നല്ല ഗുണങ്ങൾ ചേർത്തുകൊണ്ട് അക്ബർ നിർമ്മിച്ച മതമാണ് ദിൻ ഇലാഹി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് 10th ക്വസ്റ്റ്യൻ. ദ കോർ ഓഫ് ദ വിഷൻ ഓഫ് ദിൻ ഇലാഹി ഈസ് ഡാഷ്. അതായത് ദിൻ ഇലാഹി എന്ന് പറയുന്നതിൻ്റെ കോർ ഓഫ് വിഷൻ എന്താണ്, അതിൻ്റെ കാഴ്ചപ്പാട്, പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താണ്? അതിൻ്റെ ആൻസർ പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് 11th ക്വസ്റ്റ്യൻ. ഹു അബോളിഷ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ. അതായത് റിലീജിയസ് ടാക്സ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള ടാക്സ് ആയിട്ടുള്ള ജസിയ നിർത്തലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ അക്ബറാണ്. അപ്പോൾ അത് വേണേൽ തിരിച്ചും ചോദിക്കാം, അതായത് റിലീജിയസ് ടാക്സിൻ്റെ പേരും ചോദിക്കാം. അപ്പോൾ അതും കൂടെ പഠിച്ചു വച്ചിരിക്കുക. റിലീജിയസ് ടാക്സിൻ്റെ പേര് എന്ന് പറയുന്നത് ജസിയ എന്നാണ്. അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഹു വെയർ പ്രൊമിനൻറ്റ് എമംഗ് ദോസ് ഹു ഹാഡ് ഹൈ പൊസിഷൻ ഇൻ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ. അതായത് എംപറർ അക്ബറിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഹൈ പൊസിഷൻ വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജ തോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ് ആൻഡ് ബിർബൽ. അപ്പോൾ ഇത്രയും ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഹൈ പൊസിഷനിലുള്ള ആളുകൾ. അടുത്തതായി 13th ക്വസ്റ്റ്യൻ. What are the Akbar's policies that helps in maintaining religious tolerance among the different sectors of people? അതായത് അക്ബറിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള പോളിസീസ് മറ്റ് മതങ്ങളെയും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് തന്നിരിക്കുന്നത്. What are the Akbar's policies that help maintain religious tolerance among the different sectors of the people? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ പാർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കൂടെ ചേർത്തുള്ളതാണ്. അപ്പോൾ അതൊന്ന് പറയാം. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ്. Peace to all or Sulki Kul is the core of this vision. He aimed to clarify the idea that all visions are for the welfare of human beings. അത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. അക്ബർ ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിക്കുകയും അതിൻ്റെ കോർ ഓഫ് വിഷൻ എന്ന് പറയുന്നത് പീസ് ടു ഓൾ അല്ലെങ്കിൽ സുൽക്കി കുൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എയിം ചെയ്തിരുന്നത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും വെൽഫെയർ ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ, the abolition of the religious tax called jizya proved that Akbar followed tolerance in the administration field as well. അതായത് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലും എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി റിലീജിയസ് ടാക്സ് ആയിട്ടുള്ള ജസിയ അബോളിഷ് ചെയ്തു, നിർത്തലാക്കി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്. പീപ്പിൾ ഫ്രം ഓൾ സെക്സ് വെയർ ട്രീറ്റഡ് ഈക്വലി ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ദ മുഗൾ റൂൾ. എല്ലാ സെക്ടറിലുമുള്ള ആളുകളെ ഒരേപോലെയാണ് മുഗൾ റൂളിൽ അദ്ദേഹം കണ്ടിരുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റ്. രാജ തോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ് ആൻഡ് ബീർബൽ വെയർ prominent among those who hold high position in royal court of emperor അക്ബർ. അതായത് അദ്ദേഹത്തിൻ്റെ എംപറർ അക്ബറായിട്ടുള്ള ആളിൻ്റെ കോർട്ടിലെ ഹൈ പൊസിഷൻ വഹിച്ചിരുന്ന ആളുകളാണ് രാജ തോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ് ആൻഡ് ബീർബൽ. അടുത്ത 14th ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ മൻസബ്ദാരി സിസ്റ്റം ഓഫ് ദ മുഗൾസ്. അതായത് മുഗളന്മാരുടെ മൻസബ്ദാരി സിസ്റ്റം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരാം. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് നമ്മുടെ മുഗൾ പീരീഡിൽ ഒരു സ്ട്രോങ് ആർമി വേണമായിരുന്നു. അതായത് രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എക്സ്പാൻഡ് ആയിട്ടുള്ള രാജ്യം സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആർമി വേണമായിരുന്നു. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അക്ബർ മൻസബ്ദാരി എന്ന് പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണ്, അതായത് രാജ്യം സംരക്ഷിക്കുന്നതിനും അത് വലുതാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്.
അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. അതായത് ഈ സിസ്റ്റം പ്രകാരം ഓരോ ഓഫീസർക്കും ഒരു റെജിമെൻറ്റ്, ഒരു കൂട്ടം പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ താഴെ ഉണ്ടാവും. അതായത് ഓരോ ഓഫീസറുടെയും താഴെ ഒരു കൂട്ടം പട്ടാളക്കാർ ഉണ്ടാവും. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഓഫീസേഴ്സും എത്ര കാവലറിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് ഈ മൻസബ് എന്നുള്ള പദവി കിട്ടുന്നത്. ദ റാങ്ക് ഓഫ് ദ മൻസബ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. എത്ര സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് മൻസബ് എന്ന് പറയുന്ന റാങ്ക് ലഭിക്കുന്നത്. This system was implemented as an alternative to maintain army paying directly from the state exchequer. അതായത് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും കാശ് നൽകാതെ ആർമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയായിരുന്നു ഇത്. മൻസബ്ദാഴ്സ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. അതായത് മൻസബ്ദാഴ്സിന്, അതായത് ഈ ഒരു കൂട്ടം പട്ടാളക്കാരുടെ നേതാവിന്, അതിനെയാണ് മൻസബ്ദാർ എന്ന് പറയും. ആ മൻസബ്ദാറിന് അവർക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കും, ഭൂമികൾ അലോട്ട് ചെയ്ത് കൊടുക്കും. അവരുടെ റാങ്ക് അനുസരിച്ച്, റാങ്ക് കൂടിയ ആൾക്ക് കൂടുതൽ, കുറഞ്ഞ ആൾക്ക് കുറഞ്ഞ അളവിൽ ഭൂമികൾ അലോട്ട് ചെയ്യും. ദ മൻസബ്ദാഴ്സ് മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. അവർക്ക് കിട്ടിയ ലാൻഡിൽ നിന്നും ടാക്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് മൻസബ്ദാർ എന്ത് ചെയ്യണം? അവരുടെ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. മൻസബ്ദാരി സിസ്റ്റം പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ചോദ്യമാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചോണം. അടുത്തതായി 15th ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അതായത് മുഗൾ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാൻ. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അത് പുസ്തകത്തിലും കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു തന്നിട്ടുണ്ട്, മുഗൾ കിങ്ഡത്തെ പറ്റി തന്നിട്ടുണ്ട്, അത് നോക്കിക്കൊള്ളുക. അതാണ് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡ്യൂറിങ് ദ മുഗൾ റൂൾ ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊവിൻസസ് called Suba for proper administration. Suba was again divided into Sarkar, and the Sarkar was split into a group of villages called Parganas. അപ്പോൾ നമ്മുടെ മുഗൾ കിങ്ഡത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ എന്നുള്ള രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ മനസ്സിലാക്കി വെക്കണം. ഒന്നും കൂടെ പറയാം: സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ്, ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. എംപററാണ് പരമാധികാരി, അതുപോലെ കമാൻഡർ ഇൻ ചീഫ്, അതായത് സൈന്യത്തിൻ്റെ കമാൻഡർ ആയിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിനെയാണ്. അതുപോലെ തന്നെ ലോ മേക്കറാണ്, നിയമം നിർമ്മിക്കുന്ന ആളാണ്. സുപ്രീം ജഡ്ജും കൂടിയാണ്, ഏറ്റവും പരമോന്നത ജഡ്ജി കൂടിയാണ് ഈ പറഞ്ഞ എംപറർ. അടുത്ത പോയിന്റ്, ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ വെർ നോ സെപ്പറേറ്റ് കോർട്ട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ടുഡേ. അതായത് ഇന്നത്തെ പോലെ അന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോടതികൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉള്ളതുപോലെയുള്ള കോടതികൾ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്. അതായത് ലോക്കലായിട്ടുള്ള റിലീജിയസ് മതപരമായിട്ടുള്ള പണ്ഡിതരുണ്ടായിരുന്നു. റിലീജിയസ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ മതപണ്ഡിതരാണ്. അങ്ങനെയുള്ളവരായിരുന്നു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നത്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അപ്പോൾ ഇതിൽ പരാതിയുള്ളവർക്ക് അവർ ഡയറക്റ്റായിട്ട് രാജാവിൽ പരാതി കൊടുക്കാൻ, അല്ലെ എംപറർക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വെയർ ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ. അതായത് മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് രാജാവിനെ ഈ ഭരണകാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. ഇതും പഠിക്കേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തതായി 16th ക്വസ്റ്റ്യൻ, സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അതായത് മുഗൾ പീരീഡിലെ സോഷ്യൽ കണ്ടീഷനും ലൈഫ് സ്റ്റൈലുമാണ് ചോദിച്ചിരിക്കുന്നത്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. അതായത് സൊസൈറ്റിയെ പല തട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. കോമൺ മാൻ, സാധാരണ മനുഷ്യനാണ് അതിലെ ഏറ്റവും താഴെയുള്ളതും ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ളതും കിങ്ങുമാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡൻറ്റ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അതായത് ആളുകളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അവരുടെ വേജസിനെയും ഇൻകത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു.
മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാർമേഴ്സ്. കൂടുതൽ ആളുകളും എന്താണ്, ഫാർമേഴ്സ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ കാസ്റ്റുകൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സോഷ്യൽ കണ്ടീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. അടുത്തതായി 17th ക്വസ്റ്റ്യൻ. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചോളുക. എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് അഗ്രികൾച്ചർ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അതായത് മുഗൾ പീരീഡിലെ എക്കണോമിക് കണ്ടീഷനും അഗ്രികൾച്ചറിനെയും പറ്റിയും ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്. അതായത് സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ 2 ചോദ്യത്തിനും ഒരു ഉത്തരം തന്നെ ഉള്ളൂ. അപ്പോൾ അത് നോക്കിക്കോളുക. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെയർ ദ ബേസിസ് ഓഫ് ദിസ് എക്കണോമിക് പ്രോഗ്രസ്. അപ്പോൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്, അച്ചീവ്മെൻറ്റ്സ് ആണ് ഈ പറയുന്ന എക്കണോമിക് പ്രോഗ്രസ്സിന് വേണ്ടി, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന ഘടകം. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് ദ ടൈം. അതായത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃഷികളെന്ന് പറയുന്നത് റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ് ആണ്. ഇത്രയുമാണ്. അടുത്തതായി ദ ഫാർമേഴ്സ് വെയർ നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. അതായത് ടാക്സ് കൊടുത്തിരുന്ന കാലം വരെയും അല്ലെങ്കിൽ നികുതി കൊടുത്തിരുന്ന കാലം വരെയും കർഷകരെ അവരുടെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ചഡ് ദി അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ടെക്നോളജികളുടെയും പുതിയ ടൂളുകളും അഗ്രികൾച്ചർ സെക്ടറിനെ എന്ത് ചെയ്തു, എൻറിച്ച് ചെയ്തു. അടുത്തത് ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഇറിഗേഷന് വേണ്ടിയിട്ട് പേർഷ്യൻ വീലുകളും കനാലുകളും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് കാർഷിക പുരോഗതി എന്ന് പറയുന്നത് കച്ചവടത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഒക്കെ നയിച്ചു. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഗുജറാത്ത് ആയിരുന്നു ഫോറിൻ ഗുഡ്സുകളുടെയൊക്കെ ഒരു ഗേറ്റ് വേ, പ്രധാന വഴി. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽ, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. അതായത് പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈലുകൾ, മസ്ലിൻ, ഷുഗർ, അതുപോലെ റൈസ് ആണ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് ജലത്തിൽ കൂടിയുള്ള ഗതാഗതം, അതിനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായി, അല്ലെങ്കിൽ അതിന് വലിയ പ്രോഗ്രസ് ഉണ്ടായി. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. അതായത് പ്രധാനപ്പെട്ട സിറ്റികൾ എന്ന് പറയുന്നത് ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര മുതലായവയാണ്. അടുത്തതായി 18th ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ്. വിച്ച് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ ഫോറിൻ ഗുഡ്സിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഗുജറാത്ത്. അടുത്തത് 19th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ് നൗ. അതായത് ഈ പറഞ്ഞ മുഗൾ സിറ്റീസൊക്കെ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ മുഗൾ സിറ്റീസ് വായിക്കാം. ഒന്നാമത്തെ ധാക്ക, അതിപ്പോൾ ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഐൻകി അക്ബറി ആൻഡ് അക്ബർനാമ. ഐൻകി അക്ബറിയും അക്ബർനാമയും എഴുതിയത് ആരാണ്? അബുൾ ഫാസൽ എന്ന് പറയുന്ന ആളാണ്. അത് പഠിച്ചു വെക്കേണ്ടതാണ്, അബുൾ ഫാസൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻറ്റു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ എറ. അതായത് മുഗൾ പീരീഡിൽ ആരാണ് മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അത് ദാരാഷൂക്കാണ്. അത് സൺ ഓഫ് മുഗൾ റൂൾ ഷാജഹാൻ. ഷാജഹാൻ്റെ മകനായ ദാരാഷൂക്കാണ് അങ്ങനെ ചെയ്തത്. അടുത്തത്. Give example for the fusion of Indian architectural style with the Persian style brought here by the Mughals. മുഗളന്മാരെ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും കൂടെ ചേർന്നിട്ടുള്ള നിർമ്മിതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട്. അതായത് മുഗൾ പീരീഡിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് ഈ പറഞ്ഞ താജ്മഹലും ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും. അത് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും കൂടെ ചേർന്നിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അടുത്ത 23rd ക്വസ്റ്റ്യൻ. ദ ന്യൂ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ്. ഹിന്ദിയും പേർഷ്യൻ ലാംഗ്വേജും കൂടെ ചേർന്നുള്ള ഒരു പുതിയ ലാംഗ്വേജ്, അതാണ് ഉറുദു. അടുത്ത 24th ക്വസ്റ്റ്യൻ. മേക്ക് എ നോട്ട് ഓഫ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഇൻ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്താണ് എന്നാണ് ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.
അപ്പോൾ അതിൻ്റെ ആൻസർ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. അതായത് മുഗൾ പീരീഡിലാണ് മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദരാഷുക്, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദരാഷുക് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ ദ എക്സാമ്പിൾ ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബോട്ട് ഹിയർ ബൈ ദ മുഗൾസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ സ്റ്റൈലും കൂടെ ചേർന്നിട്ടുള്ള നിർമ്മിതിയാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. ഉറുദു, എ ന്യൂ ലാംഗ്വേജ് വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടെ ചേർന്നിട്ടുള്ള ഒരു പുതിയ ലാംഗ്വേജാണ് ഉറുദു. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതേപോലെ തന്നെ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഉറുദു ഭാഷയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമാണ് നമ്മുടെ ഈ പറഞ്ഞ മുഗൾ പീരീഡിൽ പുതുതായി രൂപം കൊണ്ട ഭാഷയും മ്യൂസിക്കും. അടുത്തത് ഒരു ചോദ്യമാണ്. 25th ക്വസ്റ്റ്യൻ. ടവർണിയർ, എ ഫ്രഞ്ച് ട്രാവലർ ഹൂ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫ്രഞ്ച് ട്രാവലർ, ആ പേര് പഠിച്ചു വയ്ക്കുക. ടവർണിയർ ആണ്. ഇത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് 26th ക്വസ്റ്റ്യൻ. റാൽഫിച്ച്, ആൻ ഇംഗ്ലീഷ് മാൻ ഹൂ വിസിറ്റഡ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനാണ് റാൽഫിച്ച്. അടുത്തത് അബുൾ ഫാസൽ ഇൻ ഹിസ് ബുക്ക് ഐൻകി അക്ബറി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. അതായത് അബുൾ ഫാസൽ അദ്ദേഹത്തിൻ്റെ ബുക്കായ ഐൻകി അക്ബറിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പലതരത്തിലുള്ള റൈസുകൾ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ബുക്കിൻ്റെ പേരും എഴുതിയ ആളിനെയും പഠിച്ചോളുക. അടുത്തതായി വിജയനഗര റൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ 28th ക്വസ്റ്റ്യൻ. ഹൂ ഫൗണ്ടഡ് ദ വിജയനഗര. വിജയനഗര സ്ഥാപിച്ചതാരാണ്? ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹരയും ബുക്കയും കൂടെ ചേർന്നാണ് വിജയനഗര സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത 29th ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം. ഇതും മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വിജയനഗര കിങ്ഡത്തിലെ ഫേമസ് ആയിട്ടുള്ള റൂളർ കൃഷ്ണദേവരായ. അടുത്ത 30th ക്വസ്റ്റ്യൻ. ദ റൂയിൻസ് ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ 1800 ബൈ ഡാഷ്. കേണൽ മക്കൻസിയാണ്. അപ്പോൾ ഹംപിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേണൽ മക്കൻസിയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര കിങ്ഡം സ്ഥാപിച്ചത്. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. വിജയനഗര എന്ന് പറയുന്ന പവർഫുള്ളായിട്ടും വെൽത്തി ആയിട്ടുള്ള കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് കൃഷ്ണദേവരായയാണ്. The region of Krishnadevaraya was a period of imperial expansion and development of the empire. അതായത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഉണ്ടായത് കൃഷ്ണദേവരായയുടെ കാലത്താണ്. എ ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റീജിയൻ. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. Apart from constructing more facilities in the capital city of Hampi, he also built new forts, palaces and temples. അദ്ദേഹം ഈ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപിയിലാണ് കൂടുതൽ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അവിടെ പുതിയ ഫോർട്ടുകൾ, കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്, പാലസുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ടെമ്പിൾസുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ഹു ഓതേഡ് ദ വർക്ക് അമുക്തമാല്യത ആൻഡ് ജാംബവതി കല്യാണം. അതായത് ഈ രണ്ട് ബുക്കുകൾ, അമുക്തമാല്യയും ജാംബവതി കല്യാണവും ആരാണ് എഴുതിയിട്ടുള്ളത്? അതിൻ്റെ ആൻസർ കൃഷ്ണദേവരായയാണ്. അപ്പോൾ അത് തിരിച്ചും പഠിക്കണം, അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ പേരും പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 33. ലിസ്റ്റ് ഔട്ട് ദ പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ദ സിറ്റി ഓഫ് വിജയനഗര. നമ്മുടെ ഇപ്പോഴത്തെ ഏതൊക്കെ സിറ്റികളിലാണ് പണ്ട് വിജയനഗര ഉണ്ടായിരുന്നത്? അതിൻ്റെ ആൻസർ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായയുടെയും അക്ബറിൻ്റെയും റിലീജിയസ് പോളിസികൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ഓൾ റിലീജിയസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. എല്ലാ മതങ്ങളെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത് അക്ബറും കൃഷ്ണദേവരായും. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് വെയർ അലോട്ടഡ് ടു ഫോളോ ദെയർ
ബിലീവ്സ് ഫ്രീലി, അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ പിന്തുടരുന്നതിന് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം രണ്ട് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ബോത്ത് റൂളേഴ്സ് ഹാവ് റിലീജിയസ് ടോളറൻസ്, രണ്ട് രാജാക്കന്മാർക്കും മതസഹിഷ്ണുത ഉള്ളവരായിരുന്നു. ഡ്യൂറിങ് ദെയർ പീരീഡ് പീപ്പിൾ ഗോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഈക്വൽ കൺസിഡറേഷൻ, അവരുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ ഒരേപോലെയുള്ള ജസ്റ്റിസും നീതിയും ഈക്വലായിട്ടുള്ള കൺസിഡറേഷനും പരിഗണനകളും ലഭിച്ചിരുന്നു. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യങ്ങളെ അവർ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ റിലീജിയസ് പോളിസികളുടെ രണ്ടുപേരെയും കൂടെ റിലീജിയസ് പോളിസി കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. കമ്പയർ ആൻഡ് ലിസ്റ്റ് ദ മൻസബ്ദാരി അമരനായക പ്രാക്ടീസ്, അതായത് മൻസബ്ദാരിയും അമരനായക പ്രാക്ടീസും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. മൻസബ്ദാരി അക്ബറിൻ്റെ ആയിരുന്നു, അത് നമ്മൾ മുമ്പ് പഠിച്ചു. അത് ക്വസ്റ്റ്യൻ നമ്പർ 14 14 അത് നോക്കിക്കൊള്ളുക. ഇനി നമുക്ക് അമരനായക സിസ്റ്റം എന്താണെന്ന് പറയാം. ദ മിലിറ്ററി കമാൻഡേഴ്സ് വെയർ നോൺ ആസ് അമരനായകാസ്, അതായത് മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് അമരനായകാസ് എന്നറിയപ്പെടുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം, അവർക്ക് രാജാവ് അമര എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ നൽകുമായിരുന്നു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിയഡ് ഔട്ട് ബൈ അമരനായകാസ്, അവർക്ക് കിട്ടുന്ന ഈ അമര എന്ന് പറയുന്ന സ്ഥലം കിട്ടുന്ന അവിടുത്തെ അമരനായകാസിന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള ചുമതലയുണ്ട്. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം ദീസ് ഏരിയാസ്, അവിടെ ആ ഭാഗങ്ങളിൽ നിന്നും, അതായത് അവർക്ക് കിട്ടിയ സ്ഥലത്ത് നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം അമരനായകാസിനുണ്ട്. ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ കിങ്, അതായത് രാജാവിന് ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും അമരനായകാസ് അടച്ചുകൊണ്ടേയിരിക്കണം. ദേ ഓൾസോ മെയിൻറ്റെയിൻ എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലിഫൻസ്, അതായത് അവർ ഒരു നിശ്ചിത എണ്ണം ഫുഡ് സോൾജിയേഴ്സും ഹോഴ്സസിനെയും എലിഫൻറ്റിനെയും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ മൻസബ്ദാരി സിസ്റ്റം പോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ് അമരനായക സിസ്റ്റം. ഇത് രണ്ട് കാലഘട്ടത്തിലുള്ള രണ്ടിടത്ത് നടന്നിരുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ സ്കോളേഴ്സ് അഡോൺഡ് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ നോൺ ആസ് ഡാഷ്, അതായത് കൃഷ്ണദേവരായരുടെ കോർട്ടിനെ അലങ്കരിച്ചിരുന്ന സ്കോളേഴ്സ് പണ്ഡിതരെ അറിയപ്പെടുന്ന പേര്, അതിൻ്റെ പേര് അഷ്ടദിഗ്ഗജാസ് ആണ് ഈ കൃഷ്ണദേവരായരുടെ കോർട്ടിനെ അഡോൺ ചെയ്തിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37. റൈറ്റ് എ നോട്ട് ഓൺ ദ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാൻ. അപ്പോൾ അതിന് ആൻസർ നോക്കുക. മൊണാർക്കി പ്രിവീൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവിലെ രാജഭരണം ആയിരുന്നു നടന്നിരുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കോർട്ട് വാസ് ഡിവൈഡഡ് ഇൻടു മണ്ഡലം, നാട്, സ്ഥല ആൻഡ് ഗ്രാമ. മുമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ പീരീഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യത്തിന് വേണ്ടി അവരുടെ സ്ഥലത്തിനെ മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്നിങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ട്. There was cabinet to help the king, രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ക്യാബിനറ്റ് ഉണ്ട്. The king had the power to demote and punish ministers, രാജാവിന് തൻ്റെ മിനിസ്റ്റേഴ്സിനെ പണിഷ് ചെയ്യാനും ഡിമോട്ട് ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. There were courts at various levels for the administration of justice. The appellate authority was the king himself. അതായത് പല ലെവലിലുള്ള കോടതികൾ ഉണ്ടായിരുന്നു. പക്ഷേ മുമ്പ് മുഗളിൻ്റെ കാര്യത്ത് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. അവിടെ നമ്മുടെ റിലീജിയസ് സ്കോളേഴ്സ് ആയിട്ടുള്ള ഖാസിമാരായിരുന്നു അത് അന്വേഷിക്കുകയും അതിൻ്റെ വിധി നടപ്പാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അതുപോലെയല്ല. There were courts at various levels for the administration of justice. The appellate authority was the king himself. അതായത് ഇവിടെ രാജാവ് തന്നെയാണ് അതിൻ്റെ അപ്പിലേറ്റ് അതോറിറ്റി. അതിൻ്റെ എന്തെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ കോർട്ടിൽ നിന്നും എന്തെങ്കിലും അപ്പീൽ കൊടുക്കണമെങ്കിൽ അത് രാജാവിന് തന്നെ കൊടുക്കണം. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് വെയർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽസ്. അതായത് മൈനറായിട്ടുള്ള ചെറിയ കുറ്റങ്ങളും തൊഴിൽ തർക്കങ്ങളും ഒക്കെ വില്ലേജ് കോർട്ടുകളിൽ തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നു. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. നായകാസും അമരനായകാസുമാണ് അവരുടെ വിജയനഗര അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്നവർ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 38. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡത്തിലെ എക്കണോമിക് കണ്ടീഷനെ പറ്റിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക.
വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയസ്. വിജയനഗര സൊസൈറ്റിയിലെ വേരിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാസ്റ്റുകളും ജാതികളും മതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് വെയർ ദ ഡൊമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. ബ്രാഹ്മിൻസ് ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ്. ദേ വെയർ എൻറ്റൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദ ടെമ്പിൾസ്. അമ്പലങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും റവന്യൂ പിരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റവന്യൂ ബ്രാഹ്മിൻസിന് ഉള്ളതാണ്. Other sectors of the society were mainly engaged in agriculture, trade and handicrafts. സൊസൈറ്റിയിലെ മറ്റുള്ള ആളുകൾ അഗ്രികൾച്ചർ, ട്രേഡ് കച്ചവടം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് അതായത് കൈത്തൊഴിലുകൾ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. കിങ്സ് എംപ്ലോയ്ഡ് വിമൻ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻ. രാജാവ് സ്ത്രീകളെ അക്കൗണ്ട്സുകൾ അതായത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നിയമിച്ചിരുന്നു. പോളിഗാമി, സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവിൽഡ് ഇൻ ദ സൊസൈറ്റി. പോളിഗാമി എന്ന് പറയുന്നത് ബഹുഭാര്യത്വമാണ്. സതി അറിയാം നമുക്ക്. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, ഇവയൊക്കെ ഈ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. ഹു വെയർ ദ പ്രൊമിനൻറ്റ് റൂളേഴ്സ് ഓഫ് വിജയനഗര എംപയർ. വിജയനഗര എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വിജയനഗരിയിൽ 4 ഡൈനാസ്റ്റികളാണുള്ളത്. അതിലെ ആദ്യത്തെ സംഗമ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട എംപയേഴ്സ് എന്ന് പറയുന്നത് ഹരിഹര, ബുക്ക. അടുത്ത സലുവ ഡൈനാസ്റ്റി. സലുവ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട എംപയർ നരസിംഹ സലുവ. അടുത്ത തുളുവ ഡൈനാസ്റ്റി വീരനരസിംഹ കൃഷ്ണദേവരായ. അരവിന്ദു ഡൈനാസ്റ്റി തിരുമല, പിന്നെ വെങ്കിട ഫസ്റ്റ്. അപ്പോൾ ഇത്രയും പേരാണ് 4 ഡൈനാസ്റ്റികളിലായിട്ടും വിജയനഗര എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. അപ്പോൾ ഈ യൂണിറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. അത് നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 24 ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിംഗ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ ആൻഡ് വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്. വിജയനഗരയിലെ മുഗളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, വിജയനഗര അഡ്മിനിസ്ട്രേഷൻ എന്ന് രണ്ടായിട്ട് തിരിക്കാം. മുഗളിലെ മൊണാർക്കിയാണ്, വിജയനഗരയിലും മൊണാർക്കിയാണ്. മുഗളിൽ മൻസബ്ദാരി സിസ്റ്റമാണ്, വിജയനഗരയിൽ അത് അമരനായിക സിസ്റ്റമാണ്. പിന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ എന്ന രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. വിജയനഗരയിൽ വരുമ്പോൾ അത് മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്നായിട്ട് തിരിക്കും. മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ നോ സെപ്പറേറ്റ് കോർട്സ് ആണ്, പ്രത്യേകം കോടതികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിജയനഗരയിൽ കോർട്സ് അറ്റ് വേരിയസ് ലെവൽ, കോടതികൾ പല ലെവലുകൾ ഉണ്ടായിരുന്നു. അതായത് പിന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു. വിജയനഗരയിലും അത് റിലീജിയസ് ടോളറൻസ് അതേപോലെ തന്നെ നിലനിന്നിരുന്നു. അടുത്തായിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഉറുദു ലാംഗ്വേജ് ആണ്. അതായത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്തിൽ ഉറുദു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വന്നു. അതുപോലെ തന്നെ വിജയനഗര അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്തിൽ അത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്തു വന്നത്. പിന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വിജയനഗര അഡ്മിനിസ്ട്രേഷനിൽ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അതേപോലെയുള്ള ചോദ്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ PDF നോട്ട് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ഈ താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.